വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, മരണനിരക്ക് കൂടി വരുന്നു. അവിടേക്ക് ധനസഹായം നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ രീതിയിലും കൈ മെയ് മറന്ന് സഹായിക്കണം എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു. അവിടെ KPCC അധ്യക്ഷനായ K. സുധാകരൻ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ അവഹേളിക്കാൻ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ശ്രമിക്കുകയാണ് എന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് KC വേണുഗോപാലിന്. KC വേണുഗോപാൽ പറയുന്ന പാർട്ടി ഒറ്റക്കെട്ടായാണ് നീങ്ങേണ്ടത്, അഭിപ്രായ വ്യത്യാസം പൊതുവേദിയിലല്ല പറയേണ്ടത്. VD സതീശനും K. സുധാകരനും തമ്മിൽ ഇപ്പോൾ അകൽച്ചയിൽ തന്നെയാണ്. VD സതീശൻ കൃത്യമായും പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് K. സുധാകരൻ ശക്തമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. പാർട്ടിയുടെ നേതൃത്വം K. സുധാകരന് തന്നെയാണ്. K. സുധാകരൻ ആ സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം എല്ലാ രീതിയിലും പാർട്ടിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വവും ചുമതലയും അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അതിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട കാര്യമില്ല. കൃത്യമായും നിയമസഭയിലെ കാര്യങ്ങൾക്ക് വേണ്ടി UDFനെ ഏകോപിപ്പിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കടമ. ആ കാര്യത്തിൽ ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യരുത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊന്നും K. സുധാകരൻ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് UDFന് പണം സ്വരൂപിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരവരുടേതായ മാർഗമുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉയരുന്നില്ല എന്ന രീതിയാണ്. അതല്ലാതെ അഖിൽമാരാര് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുപോലെയോ കർശനമായി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അഖിൽമാരാര് പക്ഷേ 3 വീടുകൾ വെച്ച് നൽകും എന്ന് വരെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ വീണ്ടും രാഷ്ട്രീയം കലർത്താൻ ആരാണ് ശ്രമിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ പ്രളയ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിരൂക്ഷമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇടതുപക്ഷത്തും സൈബർ പോരാളികളും നടത്തുന്നുണ്ട്. അതിന് കുഴലൂതലല്ല കോൺഗ്രസിൻ്റെ രീതി എന്നുള്ളത് മനസ്സിലാക്കണം. കോൺഗ്രസ്സിന് അവരുടേതായ രീതികളുണ്ട്. KPCC 100ഓളം ഭവനങ്ങൾ വെച്ച് നൽകും എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, നിരവധിയായ സഹായം കർണാടകത്തിൽ, അവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത്, അവർ കൂടി നൽകും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ രാഷ്ട്രീയം, അതിനകത്തുള്ള ഗ്രൂപ്പ് തർക്കം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല. അധികാര വികേന്ദ്രീകരണം എന്ന രീതിയിലേക്ക് UDFൽ ഇത്തരത്തിൽ തമ്മിൽ തല്ല് തുടർന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയമായിരിക്കും ഫലം. അതാണ് ഇടതുപക്ഷത്തിൽ കൃത്യമായും ഒരു ഐക്യത്തോടെ, ഒരു കെട്ടുറപ്പോടു കൂടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പാർട്ടി സംവിധാനം തകർന്നിട്ടില്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അവർ പൊതുവേദികളിൽ ഒറ്റക്കെട്ടായി പെരുമാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം.